മോഡേൺ സൊസൈറ്റി സ്ത്രീയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതലായി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിലാണ് പെൺകുട്ടികൾക്ക് സ്റ്റേബിളായൊരു ലൈഫോടെ സെൽഫ് റെസ്പെക്റ്റോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഞാൻ ആദ്യം ദീനിലേക്ക് സീരിയസ് ആയി കടന്നു വന്ന് ദീനിലെ കാര്യങ്ങളോട് ഇൻവോൾവ് ആയ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതായിരുന്നു. ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ, ഒരു അക്കാലത്തെ എക്സ് ഫെമിനിസ്റ്റ് എന്നുള്ള നിലയിൽ എങ്ങനെ ദീൻ പെൺകുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. പിന്നീട് ദീനിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള പലരും പറഞ്ഞിട്ടുള്ളതും അവർക്ക് പെൺകുട്ടികൾ എന്നുള്ള നിലയിൽ ഒരു സ്റ്റാറ്റസ് ഓഫ് ഫ്രീഡം കിട്ടുന്നില്ല എന്നുള്ള പരാതികളായിരുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് എഡ്യൂക്കേറ്റഡ് ആയ ചിന്തിക്കുന്ന പെൺകുട്ടികൾക്കെല്ലാം ഇതേ സംശയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ സംശയങ്ങൾ നിങ്ങൾ ദീനിൽ നിന്ന് അകറ്റരുത്, പകരം അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങളിലേക്ക് എത്താനുള്ള വഴികൾ നിങ്ങൾ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇത് കാണുന്ന പലരോടും വെച്ച് നോക്കുമ്പോൾ ദീനീപരമായി ചിലപ്പോൾ അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു തിരിച്ചറിവുകളും കണ്ടെത്തലുകളും മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലോങ്. വെൽക്കം ടു മൈ വീഡിയോ. ഇക്വാലിറ്റി, അതിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ. അപ്പോൾ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും സ്ത്രീക്ക് തുല്യമായ പരിഗണന ലഭിക്കുക എന്നുള്ളതാണ്. എല്ലായിടത്തും തുല്യമായ പരിഗണന ലഭിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റി പോലും റിസർവേഷനിൽ വിശ്വസിക്കുന്നുണ്ട്. ഈക്വലായിട്ടല്ല സ്ത്രീയുടെ ഉന്നമനത്തിന് വേണ്ടി മോഡേൺ സൊസൈറ്റി പോലും ശ്രമിക്കുന്നത്. മോഡേൺ സൊസൈറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യങ്ങളാണ് ബസ്സുകളിൽ സീറ്റ് കൺസെഷൻ, അതുപോലെ തന്നെ നമുക്കറിയാം ഇത്ര ശതമാനം പെൺകുട്ടികൾ ഉണ്ടായിരിക്കണം ക്ലാസ് മുറികളിൽ എന്നുള്ളത്, ഇലക്ഷനിൽ, പാർലമെൻറ്റിൽ, ഇതിലെല്ലാം സ്ത്രീക്ക് സംവരണം ഏർപ്പെടുത്തുന്നുണ്ട്. അതായത് സ്ത്രീ ഒരു പ്രത്യേക വിഭാഗമായി കണ്ട് അവൾക്കൊരു പിന്താങ്ങലും ഒരു സഹായവും നൽകുന്നുണ്ട്. മോഡേൺ സൊസൈറ്റി ഇത്തരത്തിലുള്ള സഹായങ്ങൾ നൽകുമ്പോൾ നമുക്കതിനെ പെണ്ണിനെ വില കുറച്ച് കാണുന്നതായിട്ടോ അവളുടെ കഴിവിനെ കുറിച്ച് കാണുന്നതായിട്ടോ തോന്നുന്നില്ല. പക്ഷേ ദീൻ സ്ത്രീയെ പ്രത്യേകമായി കണ്ട് ചില കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള പിന്താങ്ങലുകൾ കൊടുക്കുമ്പോൾ എന്തുകൊണ്ടോ അത് അവളുടെ കഴിവിനെ മനസ്സിലാക്കാതെ ചെയ്യുന്നൊരു പ്രവൃത്തിയാണെന്നുള്ള രീതിയിലേക്ക് നമുക്ക് ചിന്ത വരുന്നുണ്ട്. ഉദാഹരണമായി സ്ത്രീയുടെ മേൽ ഫൈനാൻഷ്യലായി യാതൊരു ഉത്തരവാദിത്വവും ദീൻ നൽകുന്നില്ല. എന്ന് വെച്ചാൽ അതിനർത്ഥം അവൾ ഫിനാൻഷ്യലി ജോലി ചെയ്ത് ഏൺ ചെയ്യാനോ സ്വത്ത് സ്വന്തമായി കൈവശം വെക്കാനോ ചിലവഴിക്കാനോ അവകാശമില്ലാത്തവളാണ് എന്നല്ല. ഫിനാൻഷ്യലിയുള്ള ഉത്തരവാദിത്തങ്ങൾ, അതായത് കുടുംബത്തിലേക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വം സ്ത്രീയുടെ തലയിൽ ഇടുന്നില്ല. അവിടെ അവൾക്കൊരു റിസർവേഷൻ കൊടുക്കുകയാണ്. പക്ഷേ ആ റിസർവേഷനെ രണ്ട് രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, സ്ത്രീക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് എന്നുള്ള നിലയിലേക്ക് ദീൻ അത് ആ വിധത്തിലാണ് സ്ത്രീയെ കാണുന്നത് എന്നുള്ള നിലയിലേക്ക് മോഡേൺ ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ അതിനെ കാണുന്നു. രണ്ട്, ഇതില്ലാത്തത് കൊണ്ട് തന്നെ, അതായത് ഭാരിച്ച ഉത്തരവാദിത്വം സ്ത്രീക്ക് നൽകുന്നില്ല എന്നുള്ള, ഫിനാൻഷ്യൽ ഉത്തരവാദിത്വം സ്ത്രീക്ക് നൽകുന്നില്ല എന്നുള്ളത് കൊണ്ട് അവൾക്ക് ഫിനാൻഷ്യൽ അവകാശം ഇല്ല എന്നാണ് ഇത് അർത്ഥമാക്കുന്നതെന്ന് ദീനിനെ പൂർണ്ണമായി മനസ്സിലാക്കാത്ത ദീനിലുള്ള വ്യക്തികൾ തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്നു. നമ്മുടെ മോഡേൺ സൊസൈറ്റി സ്ത്രീയെ ഈ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇക്വാലിറ്റി തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സൊസൈറ്റിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ അടുത്തിടെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളിൽ പലരും ഉന്നതമായ ജോലിയുള്ളവരും സാമ്പത്തികമായി ഒരുപാട് സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നവരും സ്വന്തമായി സ്വർണവും അക്കൗണ്ടിൽ പൈസയും കുടുംബക്കാർക്ക് ധാരാളം പൈസയും ഒക്കെ ഉണ്ടായിരുന്നവരാണ്. നിലവിലെ ഈ കോണ്ടെക്സ്റ്റിൽ സംസാരിക്കുകയാണെങ്കിൽ സ്ത്രീ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഈ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള അവൾ നേരിടുന്ന ചൂഷണങ്ങളാണ്. ദീനുൽ ഇസ്ലാം എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് എന്ന് നമ്മൾ നോക്കിയാൽ ഇതുവരെ ഒരു ഫെമിനിസ്റ്റും ഈ പ്രശ്നത്തിന് വ്യക്തവും കൃത്യവുമായൊരു മറുപടി മുന്നോട്ട് വയ്ക്കാത്തപ്പോൾ, നിയമം കൊണ്ട് പോലും 10-30 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ സ്ത്രീധനം നിരോധിച്ചിട്ടും ഇന്നും സ്ത്രീധന മരണങ്ങൾ നടക്കുമ്പോൾ ദീനുൽ ഇസ്ലാം 1400-1500ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് മുന്നോട്ട് വെച്ച പരിഹാരം എന്നുള്ളതാണ് മഹർ എന്നുള്ളത്. മഹർ എന്നാൽ അത് പുരുഷൻ സ്ത്രീക്ക് നൽകേണ്ടതാണ്. അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ അവളുടെ പിതാവിൽ നിന്നൊന്നും കൈപ്പറ്റരുതെന്ന് മാത്രമല്ല, ആ പുരുഷൻ സ്ത്രീക്ക് അവൾ ആവശ്യപ്പെടുന്നത് നൽകണം എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് 2 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ സ്വന്തം പേരിലൊരു വീട് വേണം, എന്നാലേ മാത്രമേ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാവൂ, അതാണ് എൻ്റെ മഹർ എന്ന് പറഞ്ഞാൽ അത് നൽകിക്കൊണ്ടൊരു പുരുഷൻ എന്നെ വിവാഹം കഴിക്കണം. ഒരു പുരുഷൻ അധ്വാനിച്ച് ഇത് ആ സ്ത്രീക്ക് നൽകണമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എത്രയോ വ്യക്തമാണ് ആ സ്ത്രീയുടെ പിതാവിൽ നിന്ന് യാതൊന്നും പുരുഷൻ അവകാശപ്പെടരുത് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ മഹർ സ്ത്രീക്കാണെന്ന് പറയുമ്പോൾ സ്ത്രീധനം പലപ്പോഴും നമ്മൾ പെൺകുട്ടികൾക്ക് കുടുംബസ്വത്തായി നൽകുന്നതാണെന്ന് വാദിക്കുമ്പോൾ പോലും അത് അവസാനം എടുത്ത് ഉപയോഗിക്കുന്നത് ഈ പുരുഷന്മാരുടെ വീട്ടുകാരുമായി മാറുകയും പെൺകുട്ടി നിരാലംബയാവുകയാണ് ചെയ്യുന്നത്. പക്ഷെ മഹറിൻ്റെ കാര്യത്തിൽ അതിന് കൃത്യമായ വിധിവിലക്കുകളുണ്ട്. മഹർ സ്ത്രീക്കുള്ളതാണ്, അവളുടെ പിതാവിനോ ഭർത്താവിനോ അത് ചോദിച്ച് നിർബന്ധിച്ച് വാങ്ങാനുള്ള അവകാശമില്ല എന്ന് മഹറിൻ്റെ കാര്യത്തിൽ എടുത്ത് പറയുന്നുണ്ട്. എത്രയോ മനോഹരമായൊരു ക്ലോസാണ്. ഈ ദീനാണ്, അതായത് സ്ത്രീക്ക് ഇത്രയധികം ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി വിവാഹ സമയത്ത് വേണമെന്ന് ഇത്ര കാലം മുന്നേ കണ്ട്
ചിന്തിച്ച് മനസ്സിലാക്കിയ ദീനുൽ ഇസ്ലാമിനെയാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നിവിടെയുള്ളവർ പറഞ്ഞു വരുത്തുന്നത്. അപ്പോൾ ഒന്നാമത്തെ വലിയ പ്രശ്നം സ്ത്രീധനത്തിന് മൂലമുള്ള പ്രശ്നം അതോടെ പരിഹരിക്കപ്പെടുകയാണ്. 2, ജോലി ചെയ്തുകൊണ്ട് സാമ്പത്തികമായ വരുമാനം നേടിയാൽ സ്ത്രീ സ്വതന്ത്രയായി അവളുടെ ജീവിതം സുഖകരമായി എന്നാണ് ഫെമിനിസ്റ്റുകൾ വാദിക്കുന്നത്. എന്നാൽ അങ്ങനെയാണോ? നമ്മുടെ സമൂഹത്തിൽ ജോലിയുള്ള സ്ത്രീകളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പലരും ജോലി ചെയ്ത് ഭർത്താവിൻ്റെ കുടുംബത്തിലേക്ക് പൈസ കൊടുക്കുക എന്ന അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഈ അടുത്തിടെ നടന്ന ആത്മഹത്യകളിൽ പറഞ്ഞതുപോലെ തന്നെ ജോലി ഉണ്ടായിരിക്കെ പോലും വേണ്ട ബഹുമാനമോ സ്നേഹമോ ലഭിക്കാതെ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകളാണ് അവരെല്ലാം. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഉള്ള പരിഗണന എന്തെങ്കിലും അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യേണ്ടതായി വരില്ലായിരുന്നു. ദീനുൽ ഇസ്ലാം ഈ കാര്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ദീൻ ഒരിക്കലും സ്ത്രീയെ ജോലി ചെയ്യുന്നതിൽ നിന്ന് വിലക്കുന്നില്ല, പക്ഷേ അതിന് ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്ന് മാത്രം. അത് ദീനിലെ പുരുഷൻ്റെ കാര്യമായാലും ദീനിലെ കുട്ടികളുടെ കാര്യമായാൽ പോലും അവർക്കെല്ലാം ദീനൊരു പ്രത്യേക ചിട്ടയും ജീവിതശൈലിയും നിർദ്ദേശിക്കുന്നുണ്ട്. ഇന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ സ്കൂളിൽ ചേരുകയാണെന്ന് വിചാരിക്കുക, അവിടെ യൂണിഫോം ഉണ്ട്, നമ്മൾ ഇത്ര സമയത്ത് എത്തണം, ഇത്ര സമയത്തേ പോകാൻ പാടുള്ളൂ, ഇന്ന കാര്യങ്ങൾ പഠിച്ചിരിക്കണം എന്ന നിബന്ധനകളുമുണ്ട്. നമ്മൾ സ്കൂളിലായിരിക്കെ അത് പാലിക്കേണ്ടതുണ്ട്. നമ്മളൊരു രാജ്യത്തായിരിക്കെ അവിടുത്തെ ഭരണഘടന പാലിക്കേണ്ടതുണ്ട്. ആ വിധം തന്നെ ഒരാൾ മുസ്ലിം ആവുകയാണെങ്കിൽ ദീനിൻ്റെ നിയമവിധി വിലക്കുകൾ അയാൾ പാലിക്കേണ്ടതുണ്ട്. അത് അയാൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നത് പക്ഷേ അയാൾക്ക് ഇറങ്ങിപ്പോകാം, യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ ദീനിൽ നിൽക്കുമ്പോൾ സ്ത്രീക്ക് ജോലി ചെയ്യുന്നതിന് വിധിവിലക്കുകളുണ്ട്. തീർച്ചയായും പുരുഷനും വിധിവിലക്കുകളുണ്ട്. പുരുഷന് ചെയ്യാൻ കഴിയാത്ത ഹറാമായ ജോലികളും ചെയ്യാൻ കഴിയുന്ന ഹലാലായ ജോലികളുമുണ്ട്. ആ വിധത്തിലുള്ള കാര്യങ്ങൾ പുരുഷനുമുണ്ട്. സ്ത്രീ ജോലി ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങൾ പാലിച്ചാൽ സ്ത്രീക്ക് ജോലി ചെയ്യാമെന്നുണ്ട്. നമുക്കറിയാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി പോലും കച്ചവടത്തിൽ മിടുക്കിയായിരുന്നു. ആദ്യമായി ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ഫാത്തിമ എന്ന നാമത്തിലുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ ജോലി ചെയ്യുന്ന പൈസ, അതാണ് പ്രശ്നം. ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ പൈസ കൊണ്ട് സ്വന്തം കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ കഴിയാതെ അതുപോലും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊടുക്കേണ്ടി വന്ന് തിരിച്ച് വീട്ടിൽ വന്ന് അടുക്കള പണി ചെയ്യേണ്ടി വരുന്ന സ്ത്രീകളാണ് മോഡേൺ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്നത്. ദീനിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീ അവൾക്ക് കുടുംബസ്വത്തായോ അധ്വാനിച്ച് അവളായോ ഉണ്ടാക്കുന്ന സ്വത്ത് അത് അവൾക്ക് മാത്രമുള്ളതാണെന്നും നല്ലൊരു പുരുഷൻ അതിൽ നിന്നും കൈപ്പറ്റാൻ പാടില്ല എന്നും ദീൻ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. സ്ത്രീക്ക് ഏൺ ചെയ്യാമെന്ന് മാത്രമല്ല, അത് അവളുടേത് മാത്രമാക്കി വെക്കാനുള്ളൊരു വലിയ ക്ലോസ് കൂടി ദീനുൽ ഇസ്ലാം അവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നോക്കൂ, അള്ളാഹുവിൻ്റെ ദീർഘവീക്ഷണവും സ്നേഹവും സ്ത്രീകളോട് എത്ര മാത്രമാണ്. അവളുടെ പൈസ അത് അവളുടേത് മാത്രമാണ്, അത് അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലവഴിക്കാം. ഇനി ഫൈനാൻഷ്യൽ ഫ്രീഡത്തെക്കുറിച്ച് വരുമ്പോൾ മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങൾ സ്ത്രീകൾക്ക് മേലില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ആർക്ക് മേലാണ്? തീർച്ചയായും പുരുഷന് മേലാണ്. സ്ത്രീക്ക് അധ്വാനിച്ച് പൈസ സ്വയമായി ഉണ്ടാക്കാനും അത് പുരുഷന് കൊടുക്കാതെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി വെക്കാനും ദീൻ അവകാശം നൽകുമ്പോൾ തന്നെ അവളുടെ ബേസിക് നെസസിറ്റീസ് ആയിട്ടുള്ള ഡ്രസ്സ്, അതുപോലെ തന്നെ ഫുഡ്, ഷെൽട്ടർ, ഇതെല്ലാം പുരുഷൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് ദീനുൽ ഇസ്ലാം പറയുന്നത്. എത്ര സുഖമാണ് ദീനിലെ പെണ്ണുങ്ങളുടെ ജീവിതം എന്ന് ഓർത്ത് നോക്കൂ. നമുക്ക് വേണ്ട ബേസിക് നെസസിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ ഒരാളുണ്ട് എന്നിരിക്കെ തന്നെ നമ്മൾ ജോലി ചെയ്ത പൈസ മുഴുവൻ നമ്മുടെ കയ്യിലിരിക്കുകയുമാണ്. ഇനി മറ്റൊന്ന് കുടുംബസ്വത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ്. അതായത് പുരുഷന് കിട്ടുന്ന അതേ ഷെയർ കുടുംബസ്വത്ത് സ്ത്രീക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഫൈനാൻഷ്യൽ രീതിയിൽ ഇസ്ലാമിലെ പെണ്ണുങ്ങൾക്ക് അർഹതയില്ല അല്ലെങ്കിൽ അവകാശമില്ല എന്ന് പറയാൻ വേണ്ടി ഈ മോഡേൺ സൊസൈറ്റി ഉന്നയിക്കുന്നത്. ശരിയാണ്, ദീനിലെ കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ അതിൽ ഒരു വലിയ പങ്ക് പുരുഷനും ചെറിയ ഭാഗം മാത്രമാണ് സ്ത്രീക്ക് ലഭിക്കുന്നുള്ളൂ എന്ന് പറയാം. അതിന് പിന്നിലെ കാരണം എന്താണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ സ്ത്രീ വിവാഹം കഴിക്കുന്നത് എല്ലായ്പ്പോഴും ദീനിനെ നല്ല രീതിയിൽ അനുസരിക്കുന്ന ഒരാളെ ആയിക്കൊള്ളണമെന്നില്ല. നമുക്ക് സൊസൈറ്റിയിൽ കാണാം ദീനിൻ്റെ പേരിൽ പല ആഭാസങ്ങളും നടത്തുന്നുണ്ട്. ദീനിയാണ് എന്ന് പുറമെ അടിക്കുന്നവർ പോലും സ്ത്രീകളോടും ഭാര്യമാരോടും ബഹുമാനം ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്നുമുണ്ട്. അത്തരത്തിലൊരാളെയാണ് വിധിവശാൽ അവൾക്ക് ലഭിക്കുന്നതെങ്കിൽ ആ സ്വത്ത് മുഴുവനായി അയാളുടെ കയ്യിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സ്ത്രീയുടെ സ്വത്തിന്മേൽ അവൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന്. എന്നാൽ അത് കേൾക്കാത്ത ഒരാളാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അയാൾ മൂലം അവളുടെ കയ്യിൽ നിന്ന് ആ സ്വത്ത് പോകാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ഭാഗം അവൾക്ക് നൽകുകയും പിതാവിൽ നിന്നുള്ള സ്വത്തിൻ്റെ വലിയൊരു ഭാഗം സഹോദരന് നൽകുകയും ചെയ്യുമ്പോൾ പോലും സഹോദരന് ലഭിച്ച സ്വത്തിൽ 3 പേർക്ക് അവകാശം കൂടി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് വിവാഹം കഴിഞ്ഞു പോയ സഹോദരി ഭർത്താവ് മരണപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മോശം പെരുമാറ്റം കൊണ്ടോ തിരിച്ചു വരികയാണെങ്കിൽ അവൾക്ക് ഈ സ്വത്തിൽ അവകാശമുണ്ട്. അവളെ നോക്കേണ്ട ഉത്തരവാദിത്വം സഹോദരനാണ്. അതുപോലെ തന്നെ സഹോദരൻ്റെ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കുവാനും അവനെ സ്വത്തിൽ നിന്ന് ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സഹോദരൻ്റെ മാതാവിനും ഈ സ്വത്തിന്മേൽ തന്നെ അവകാശമുണ്ട്. അതായത് അവരെ നോക്കാൻ അവരുടെ ഭർത്താവായ, അതായത് സഹോദരൻ്റെ പിതാവ് മരണപ്പെടുകയോ അങ്ങനെ ഒരു സാഹചര്യം വരികയോ ചെയ്താൽ അവരെ നോക്കേണ്ട ഉത്തരവാദിത്വത്തിൽ ഈ പണം ചെലവഴിക്കാൻ സഹോദരൻ വിധിക്കപ്പെട്ടവനാണ്. അപ്പോൾ ആ വിധത്തിൽ നോക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന സ്വത്ത് സഹോദരന് തൻ്റേത് മാത്രമല്ല, പക്ഷേ സ്ത്രീക്ക് അവൾക്ക് കിട്ടുന്ന സ്വത്ത് അവളുടേത് മാത്രമാണ്.
ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ ഇത്രയുമാണ് നിലവിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ഫെമിനിസം മുന്നോട്ട് വെച്ച കാര്യങ്ങളോട് കൂടി ഒരു പെൺകുട്ടി ജീവിച്ചു പോകുമ്പോൾ പോലും, ജോലി ഉണ്ടെങ്കിൽ പോലും ഈ സമൂഹത്തിൽ നേരിടുന്ന ഒരുപാട് ചൂഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ദീൻ കൃത്യമായ ക്ലോസുകൾ വെച്ച് ഇതെല്ലാം അടയ്ക്കുന്നുണ്ട്. ഇനി തുടർന്നുള്ള വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് വസ്ത്രധാരണം, അതുപോലെ തന്നെ സ്ത്രീക്ക് ദീൻ നൽകുന്ന മറ്റ് പരിഗണനകൾ, പുരുഷനോട് സ്ത്രീയെ ഏത് വിധത്തിലാണ് പരിഗണിക്കാൻ പറയുന്നത്, അതുപോലെ ഭർത്താവിന് മേലുള്ള ഭാര്യയുടെ അവകാശങ്ങൾ, ഭാര്യയുടെ മേലുള്ള ഭർത്താവിൻ്റെ അവകാശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ഈ യാത്രയിൽ ഒരുമിച്ച് പോകാം. നിങ്ങളെപ്പോലെ തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന എളിയ വിദ്യാർത്ഥി മാത്രമാണ് ഞാൻ. ഇതിന് മുന്നിലുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മേ അല്ലാഹ് ബ്ലെസ് us and may him bring us together in Jannah.